ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാസ് ലേണിംഗ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ ആൻസേഴ്സ് മാത്രം നോക്കി പോകാം. ഫസ്റ്റ് ഒരു കോളം ഉണ്ട്. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ കൊടുത്തിട്ടുണ്ട്, ഇനേഷ്യ കൊടുത്തിട്ടുണ്ട്, ഇനേഷ്യ ഓഫ് റെസ്റ്റും ഇനേഷ്യ ഓഫ് മോഷനും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനേഷ്യ ഓഫ് റെസ്റ്റും ഇനേഷ്യ ഓഫ് മോഷനും എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് ഇമ്പൾസ് ആണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെ അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആക്ടിവിറ്റി 3, വാട്ട് ഈസ് ദ ഇനീഷ്യൽ മൊമെൻറ്റം ഓഫ് ദ ബോഡി. ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. വെൻ എ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓൺ എ ബോഡി ഓഫ് മാസ് 10 kg ഫോർ എ പീരീഡ് ഓഫ് 4 seconds, ദ വെലോസിറ്റി ഓഫ് ദ ബോഡി ചേഞ്ചസ് ഫ്രം 6 meter per second to 8 meter per second. വാട്ട് ഈസ് ദ ഇനീഷ്യൽ മൊമെൻറ്റം ഓഫ് ദ ബോഡി. ഇനീഷ്യൽ momentum of body 10 into 6 ആണ്. Then what is the final momentum of the body. Final momentum 10 into 8 ആണ് വരുന്നത്. Then what is the change of momentum of the body. 20 ആണ്. What is the rate of change of momentum of the body. 5. What is the force applied on the body. 5 Newton. What is the impulse experienced by the body. 20. What is the relation between impulse and change in momentum. Change of momentum is equal to the impulse experienced by it. നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ഔട്ട് ദ ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ഫ്രം ദ ഗിവൺ സിറ്റുവേഷൻ. വെൻ റോയിങ് എ ബോട്ട്. ആക്ഷനും റിയാക്ഷനും എഴുതണം. എ ബുള്ളറ്റ് ഈസ് ഫയർഡ് ഫ്രം എ ഗൺ. വെൻ റോയിങ് എ ബോട്ട്, വാട്ടർ പുഷസ് ബാക്ക്വേർഡ് ബൈ ദി ഓർ. ദ ബോട്ട് മൂവ്സ് ഫോർവേഡ്. അപ്പോൾ നമ്മൾ ഇതിൽ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമ്മൾ എന്താണ് സംഭവിക്കുന്നതെന്നാണ്. നമ്മൾ തുഴയുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ തുഴയുന്ന സമയത്ത് ആണ് നമ്മൾ കൊടുക്കുന്ന ആക്ഷനാണത്. പിന്നെ റിയാക്ഷൻ ഉണ്ടാവുന്നത് ബോട്ട് മുമ്പോട്ട് പോകുന്നു, അതാണ്. ആൻഡ് ബുള്ളറ്റ് ഈസ് ഫയർഡ് ഫ്രം എ ഗൺ. എ ഗൺ ഈസ് റീകോയിൽഡ്. നമ്മൾ കാഞ്ചി വലിക്കുന്ന സമയത്ത് നമ്മളത് റീകോയിൽഡ് ചെയ്യുന്ന സമയത്ത് ബുള്ളറ്റ് ഫയർ ചെയ്യുന്നു, അതാണ് റിയാക്ഷൻ. എ മാൻ ജംപ്സ് ഫ്രം ദി ബോട്ട് ടു ദി ഷോർ. ആക്ഷൻ. ദ മാൻ എക്സേർട്സ് എ ഫോഴ്സ് ഓൺ ബോട്ട്. റിയാക്ഷൻ. ദ ബോട്ട് എക്സേർട്സ് ആൻ ഈക്വൽ ഫോഴ്സ് ഓൺ ദി മാൻ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. നെക്സ്റ്റ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ്. മൂവ് ദ ഫസ്റ്റ് മാർബിൾ സ്ലൈറ്റ്ലി ബാക്ക് ആൻഡ് റോൾ ഇറ്റ് ഫോർവേഡ്. വാട്ട് ഹാപ്പൻസ് വെൻ യു ഹിറ്റ് വൺ മാർബിൾ ഇൻ ടു ദി സ്റ്റാക്ക്. ഓൺലി വൺ മൂവ്സ് ഔട്ട്. Second question, bring the two marbles together and let them roll. What happens? Two marbles move from each other. നമ്മൾ ഒരു മാർബിളിനെ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ആ എനർജി ഒരു മാർബിൾ മാത്രമേ മൂവ് ചെയ്യുള്ളൂ. അത് അവിടെ തട്ടിയിട്ട് അവിടെ നിൽക്കും. രണ്ടെണ്ണം മൂവ് ചെയ്താൽ രണ്ടെണ്ണത്തിൽ തട്ടി നിൽക്കും. റൈറ്റ് ദ നെയിം ഓഫ് ദി ലോ റിലേറ്റഡ് ടു ദിസ് ഫിനോമിനൺ. Law of conservation of momentum. Write the practical definition of this law. In the absence of external force, the total momentum of a system is constant. This is law of conservation of momentum. അവിടെ കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ട്, അത് നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യണം കേട്ടോ. ദിസ് ഈസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. നെക്സ്റ്റ് യൂണിറ്റ് 4, ഗ്രാവിറ്റേഷൻ. ആക്ടിവിറ്റി 1 റീഡ് ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻ വായിക്കാം. അറ്റ് വിച്ച് പോയിന്റ് ഓൺ ദി സർഫേസ് ഓഫ് എർത്ത് ഡസ് എ ബോഡി എക്സ്പീരിയൻസ് മാക്സിമം വെയ്റ്റ്. അറ്റ് ദി പോൾസ്. ധ്രുവഭാഗത്താണ് ഏറ്റവും മാക്സിമം വെയ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുക. അറ്റ് വിച്ച് പോയിന്റ് ഡസ് ദ ബോഡി എക്സ്പീരിയൻസ് സീറോ വെയ്റ്റ്. അറ്റ് ദ സെൻറ്റർ, കേന്ദ്രഭാഗത്ത്. ഡസ് ദ വെയ്റ്റ് ഓഫ് ആൻ ഒബ്ജെക്റ്റ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ആസ് ഇറ്റ് മൂവ്സ് ഫ്രം എ ടു സി. ഡിക്രീസ്. What is the reason why the weight objects vary in different places on the surface of the earth? Why? എർത്തിൻ്റെ ഓരോ ഭാഗത്തും വ്യത്യസ്ത തരത്തിലുള്ള വെയ്റ്റാണ് ഫീൽ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? ദ വെയ്റ്റ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ ബോഡി ഡിപ്പെൻഡ്സ് ഓൺ എസ്. ദ വാല്യൂ ഓഫ് ജി ഈസ് ഡിഫറെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് പോൾസ്. അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഒരു ഭൂമി നമ്മുടെ മേൽ ഒരു വെയ്റ്റുള്ള ഒന്നിൻ്റെ മുകളിൽ പ്രയോഗിക്കുന്ന ഒരു ഫോഴ്സ് ഉണ്ട്, അതാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പോൾ ഈ ഫോഴ്സ് ഭൂമിയിലുള്ള ഓരോ പ്ലേസിലും, ഇപ്പോൾ ധ്രുവഭാഗത്ത് പോൾസിലായാലും സെൻറ്ററിലായാലും ഒക്കെ ഡിഫറൻസ് ആണ്. അപ്പോൾ അത് വേരിയേഷൻ വരുന്നത് കൊണ്ടാണ്, ജിയിൽ വേരിയേഷൻ വരുന്നത് കൊണ്ടാണ് നമ്മുടെ വെയ്റ്റിൽ വേരിയേഷൻ വരുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി 2, ഐഡൻറ്റിഫൈ ദ ഫിഗേഴ്സ് ആൻഡ് റൈറ്റ് ഡൗൺ ദ യൂസേജ് ഓഫ് ഇറ്റ്. കോമൺ ബാലൻസ് ഈസ് യൂസ്ഡ് ടു മെഷർ മാസ്. അപ്പോൾ കോമൺ ബാലൻസ്ഡ് ഈസ് യൂസ്ഡ് ടു മെഷർ മാസ്. സ്പ്രിംഗ് ബാലൻസ് ഈസ് യൂസ്ഡ് ടു മെഷർ വെയ്റ്റ്. അപ്പോൾ ഒന്ന് മാസ് മെഷർ ചെയ്യാനും ഒന്ന് വെയ്റ്റ് മെഷർ ചെയ്യാനും. നെക്സ്റ്റ്, ദ റീഡിങ്സ് ഷോൺ ബൈ വൺ ഓഫ് ദ എബവ് ഡിവൈസസ് ഈസ് ഓൾവേസ് ദ സെയിം ഇൻ ഡിഫറെൻറ്റ് പ്ലേസ് ഓഫ് എർത്ത്സ് ഫേസ്. നെയിം ഓഫ് ദ ഡിവൈസ്. കോമൺ ബാലൻസ്. ജസ്റ്റിഫൈ യുവർ ആൻസേഴ്സ്. മാസ് ഈസ് ഓൾവേസ് സെയിം എവരിവർ. അതായത് മാസ് എന്ന് പറയുന്നത് എപ്പോഴും ഈക്വൽ ആയിരിക്കും. മാസ് എന്ന് പറഞ്ഞാൽ പിണ്ഡം, നമ്മുടെ വെയ്റ്റ് അല്ല. മാസും വെയ്റ്റും വ്യത്യസ്തമാണ്. വെയ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനൊക്കെ റോളുണ്ട്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ജി. പക്ഷെ മാസ് എന്ന് പറയുന്നത് അത്
എപ്പോഴും ഈക്വൽ ആയിരിക്കും. നമ്മുടെ ഒരു ബോഡിയിലുള്ള പിണ്ഡം എന്ന് പറയുന്നത് അത് എവിടെ കൊണ്ടുവച്ചാലും അതിന് മാറ്റം സംഭവിക്കുന്നില്ല. വാട്ട് ഈസ് ദ വെയ്റ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഓഫ് മാസ് 50 കിലോഗ്രാം ഓൺ എർത്ത് ആൻഡ് ഓൺ ദി മൂൺ? വ്യത്യാസമുണ്ട്. വെയ്റ്റ് ഇൻ എർത്ത് 50 കിലോഗ്രാം ആണെങ്കിൽ വെയ്റ്റ് ഇൻ മൂൺ 8.265 ആയിരിക്കും. ദാറ്റ് ഈസ് 1/6 ആണ് വരുന്നത്. മൂണിൽ വരിക 1/6, അതിൻ്റെ 1/6 പോർഷനാണ് വരിക. നെക്സ്റ്റ്, ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഒബ്ജക്ട്സ് ഓഫ് എ ഗിവൺ മാസ് ഈസ് ഹാവ്ഡ്, വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദം? ദ മ്യൂച്വൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇൻ 4 ടൈംസ്. കംപ്ലീറ്റ് ദി ടേബിൾ ബിലോ. കംപ്ലീറ്റ് ചെയ്യുക. എഴുതിയിട്ടുണ്ട്. മാസ് ഓഫ് ദ ബോഡീസ് തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബോഡീസ് തന്നിട്ടുണ്ട്, മ്യൂച്വൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എഫ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ്, വെൻ എ ബോഡി ഈസ് അലൗഡ് ടു ഫാൾ ഫ്രം എ സർട്ടൈൻ ഹൈറ്റ് ഇറ്റ് falls to the earth due to the force of gravity. This is free fall. Write a situation from our daily life as an example for free fall. Coconut falling from the coconut tree. അത് free fall ആണ്. Then why does an object experience weightlessness when free fall? അത് free fall ചെയ്യുന്ന സമയത്ത് അതിന് വെയിറ്റ് ഫീൽ ചെയ്യില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട്. The force exerted by the earth on the body is completely utilized to accelerate the body, since entire force of gravity is used to reduce acceleration of body. The weight of feels 0. അപ്പോൾ വെയിറ്റ് ഫീൽ ചെയ്യുന്നത് 0 ആയിരിക്കും. When one coin and a feather are dropped from a height at a place where there is no air, which object will reach the ground first? Both of the coin and feather reach the ground simultaneously. Okay? അതായത് അതിന് രണ്ടിനും, ഫെദർ ആയാലും കോയിൻ ആയാലും വെയ്റ്റിൽ വ്യത്യാസമുണ്ട്. പക്ഷെ അവ ഫ്രീ ഫാൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വെയിറ്റ് ഫ്രീ ആയിരിക്കും, 0 ആയിരിക്കും. അതിന് വെയിറ്റ് ഫീൽ ചെയ്യില്ല. അപ്പോൾ അത് രണ്ടും ഒരേ സമയത്താണ് പതിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മുടെ ഭൂമി ഫ്രീ ഫാൾ ചെയ്യുന്ന ഒരു വസ്തുവിൻ്റെ ബോഡിയിൽ ഒരു അട്രാക്ഷൻ, ഒരു ഫോഴ്സ് പ്രയോഗിക്കും. അത് ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഫോഴ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് അതിന് വെയിറ്റ് അനുഭവപ്പെടില്ല.